അവ്വലു മാ ഖലഖല്ലാഹു മിനൽ ഖൽഖി നൂറ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിത്തിഫാഖി അഇമ്മത്തി അഹ്ലി സുന്നയുടെ ഇമാമിങ്ങൾക്ക് ബഹുമാനപ്പെട്ട മശായിഖിന് ഇതിൽ ഏകോപിച്ച അഭിപ്രായമുണ്ട്. ചിന്തിക്കണം. അഹ്ലി സുന്നയുടെ നിന്ന് ആർക്കും അങ്ങനെ അഭിപ്രായക്കേടില്ല. ചില വസാബിസുകളിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും, അതേത് കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. അഹ്ലു സുന്നയുടെ വീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തായി നൽകിയ ആദ്യത്തെ റഹ്മത്ത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നൂറ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആലമീനെ എല്ലാം ആ റഹ്മത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതാണ് എല്ലാം. വ ഇന്ന സുബ്ഹാനഹു വ തആല ഖിത്അതൻ മിനൻ നൂർ. അള്ളാഹുവിൻ്റെ ആ പ്രധാനപ്പെട്ട ആ ഒരു പ്രകാശം, ആ പ്രകാശത്തിൽ നിന്ന് മുഹമ്മദിനെ പടച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ പ്രകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നൂറുൽ മുഹമ്മദി എന്ന പ്രകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അവാലിമ കുല്ലഹ എല്ലാ ലോകത്തെയും പടച്ചു. അപ്പോൾ വുജൂദ് എന്നാൽ ഖൽഖിൻ്റെ വുജൂദ്, സൃഷ്ടികളുടെ വുജൂദിൽ ഒറ്റക്ക് നിന്ന ആളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എല്ലാ നിലക്കും മഅരിഫത്തിൻ്റെ വുജൂദിലും അന്ന് എന്നും ഒറ്റക്കാണ്. ആദ്യമായി അള്ളാഹുവിനെ അറിഞ്ഞതും അങ്ങാണ്, അള്ളാഹുവിനെ അറിഞ്ഞതും അങ്ങ്. അള്ളാഹുവിനെ ആദ്യമായി അറിഞ്ഞത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ ആദ്യമായി അറിഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ അറിഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. എന്തുകൊണ്ട്? അതുപോലെ ഒരാൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വാദിച്ചാൽ അത് നമ്മുടെ ഉസൂലിന് അത് എതിരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വേറൊരാൾ അറിഞ്ഞിട്ടില്ല. അതായത് മഅരിഫത്തിൻ്റെ വുജൂദായി. ഇനി വുജൂദിനെ നമ്മൾ തഖ്സീം ചെയ്യാം. പല നിലക്കുള്ള ഇബാദത്തിൻ്റെ വുജൂദായാലും മഅരിഫത്തിൻ്റെ വുജൂദായാലും ഇൽമിൻ്റെ വുജൂദായാലും ഇബാദത്തിൻ്റെ വുജൂദായാലും റഹ്മത്തിൻ്റെ വുജൂദായാലും അവിടെയെല്ലാം അങ്ങനെ അൽ വുജൂദുൽ വഹീദ് ഏക വുജൂദാണ് അങ്ങയുടേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങൾ അറിഞ്ഞതുപോലെ അള്ളാഹുവിനെ ഒരാളും അറിഞ്ഞിട്ടില്ല. വലൗ കാന നബിയൻ ഔ റസൂലൻ ഔ മുഖറബൻ, ആരായാലും വേണ്ടില്ല. ഹത്താ വലൗ കാന ജിബ്രീൽ ആയാലും വേണ്ടില്ല അലൈഹിസ്സലാം. എന്തുകൊണ്ട്? ജിബ്രീലിന് വരെ വാഖിഫായി നിൽക്കേണ്ടി വന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോയപ്പോൾ ഒരു ദർജയിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് വാഖിഫായി നിൽക്കേണ്ടി വന്നു. അവിടെ കണ്ടു. മറ്റമ്പിയാക്കളോ ആ ഭാഗത്തേക്ക് എത്തിയതേയില്ല. സയ്യിദുനാ ജിബ്രീലോ അലൈഹി സ്വലാത്തു വസ്സലാം അവര് ആ മർത്തബയിൽ അവിടെ നിന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് പോകത്തില്ല. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വല്ലല്ലാഹു ബൈത ബഹുമാനപ്പെട്ട ഉമർ ഖാദിയുടെ ബൈത. അല്ലാഹു തആല അവരുടെ ദർജ കൊടുക്കട്ടെ. എന്താ പേര് പറയുന്നത്? ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയെ, അങ്ങ് എന്നെ ഇവിടെ വിടുക. തഖദ്ദം, അങ്ങ് മുന്നോട്ട് പോകുക. യാ ഹബീബി, ഹബീബായ നബിയെ, ലാ തഖഫ്, അങ്ങ് ഭയപ്പെടേണ്ടതില്ല. എനിക്ക് അവിടെ കിടക്കാൻ പറ്റില്ല, എനിക്കവിടെ പേടില്ല. അങ്ങക്ക് പേടില്ല. എന്തുകൊണ്ട്? ഫഇന്നക മിഹ്റാബുൽ വുജൂദ്, അങ്ങ് മിഹ്റാബുൽ വുജൂദാണ്. അതായത് ആ സ്ഥലത്ത് ഒറ്റക്ക് നിൽക്കാൻ അധികാരം അങ്ങേക്ക് മാത്രമാണ്. പിന്നെ സൃഷ്ടി അവിടെ ഇല്ല, പിന്നെ ആരുമില്ല. ഒരു നബിയുമില്ല, റസൂലുമില്ല, ഒരു മലക്കുമില്ല, ആരുമില്ല. നബി അങ്ങ് എന്നെ ഉപേക്ഷിക്കുക. തഖദ്ദം, അങ്ങ് മുന്നോട്ട് പോവാ. യാ ഹബീബി ലാ തഖഫ്, അങ്ങക്ക് പേടിക്കണ്ട. സന്തോഷഭരിതനാവുക നബിയെ. തുനാജി റബ്ബക്കൽ ഖയ്യൂമ, ഖയ്യൂമായ റബ്ബിനെ അങ്ങ് ഏകനായി പോയി അഭിമുഖ സംഭാഷണം നടത്തുക. ترى عجائب عالم الملكوت وسرائر الناسوت والجبروت. عينا مدرسة مسجد الله، عينا مدرسة
മസ്ജിദിൽ ലാഹൂതി കമിൻ ലദുന്നീൻ ഹവാഹു ഉൽഹുമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? അജായിബ് ആലമിൽ മലക്കൂത്തി, മലക്കൂത്തി ലോകത്തിലെ അത്ഭുതങ്ങൾ എത്രയാണ് അങ്ങ് കണ്ടത്? ആ രാത്രി ഒരാളുമില്ല. അജായിബുൻ മലക്കൂത്തി ലോകത്തെ അത്ഭുതങ്ങളെല്ലാം അങ്ങ് കണ്ടു. നാസൂത്തി വൽ ജബറൂത്തി, നാസൂത്തി ജബറൂത്തി ലോകങ്ങളുടെ രഹസ്യങ്ങളും അങ്ങ് കണ്ടു. ഐനൻ മുദരിസ മസ്ജിദിൽ ലാഹൂത്തി, ലാഹൂത്തി പള്ളിയിലെ മുദരിസിനെയും അങ്ങ് കണ്ടു. ഐനൻ മുദരിസ മസ്ജിദിൽ ലാഹൂത്തി കമ്മിൻ ലദുന്നീൻ ഹവാഹു ഉലൂമൻ. എന്തൊക്കെ ലദുന്യ ഇൽമാണ് ആ രാത്രി അങ്ങ് ഒരുമിച്ച് കൂട്ടിയത്, അതൊരാൾക്ക് പറയാൻ കഴിയില്ല. ആ ഇൽമെത്രയെന്ന് ജിബ്രീലിന് അറിയില്ല അലൈഹിസ്സലാം. ജിബ്രീൽ വലിയ ആളല്ലേ? ആണ്. പക്ഷെ ഹബീബ നബിയിലേക്ക് നോക്കിയാൽ അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് നോക്കത്താത്ത ദൂരത്താണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ഉള്ളത്. ജിബ്രീൽ നോക്കിയെത്തു അത്രയും ദൂരത്ത്. ഹബീബി ലാ തഖഫ്, അങ്ങ് പേടിക്കണം, അങ്ങ് പേടിയ എനിക്ക് പേടിയ അപ്പുറത്തേക്ക് വന്നിട്ടില്ല. ചിന്തിക്കണം, അതത് ചിന്തിക്കണം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സർവസ്വം എന്ന് പറഞ്ഞാൽ ഹബീബാ നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അയാൾ എത്തണം. എങ്ങനെ എത്താം? അതിന് ഒരുപാട് വഴിയുണ്ട്. നബിയിലേക്ക് എത്താൻ ഒരുപാട് വഴിയുണ്ട്. ഒരു വഴിയോ 2 വഴിയോ 10 വഴിയോ അല്ല. ഒന്ന് നബിയുടെ സുന്നത്തിനെ ഹയാത്താക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സുന്നത്തിനെ ഹയാത്താക്കുക. അപ്പോൾ നബിയുടെ സുന്നത്തിനെ ഹയാത്താക്കുക എന്ന് പറഞ്ഞാലോ അതിൻ്റെ ബാഹ്യ ഘടകങ്ങളിൽ പോയി കൂടൽ മാത്രമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അതിൻ്റെ ബാഹ്യ ഘടകങ്ങളിൽ പോയി കൂടൽ മാത്രമല്ല, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞതിൻ്റെ ഉള്ളു? ഹബീബാ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ഹയാത്താക്കുമ്പോൾ അയാളെ ഹബീബാ നബിക്ക് കൊടുക്കണം. ഹബീബാ നബിക്ക് അയാളായിട്ട് കൊടുക്കണം. അയാൾ പുതിയാപ്പിളൻ്റെ പൊരിയിൽ പോയിട്ട് പാത്രം കഴുകുക എന്നുള്ളതല്ല പുതിയെണ്ണ് എന്ന് പറഞ്ഞാൽ അവളെ അയാൾക്കങ്ങോട്ട് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകിയാലും വേണ്ടില്ല, കഴുകിയും വേണ്ട. സിന്ദാബാദ് വിളിക്കാൻ ആളില്ലെങ്കിൽ ചായയും കായപ്പവും ഒരു 25 റുപ്യ 50 റുപ്യ, പഴയ കാലത്തൊക്കെ 10 റുപ്യ വാങ്ങിക്കൊടുത്താലും ഇൻകിലാബ് സിന്ദാബാദ് എന്ന് പറയാൻ കുറേ ആളെ കിട്ടും. നല്ലോണം ഇൻകിലാബ് സിന്ദാബാദും വിളിക്കും. ഇൻകിലാബ് സിന്ദാബാദ് എല്ലാം വിളിക്കും. 4 മണി മുതൽ 5 മണി വരെ ഒരു കവലയിൽ നിന്ന് മറ്റേ കവല വരെ ഈ ഇൻകിലാബ് സിന്ദാബാദ്, ഈ ഇൻകിലാബ് സിന്ദാബാദ്, ഈ ഇൻകിലാബ് സിന്ദാബാദ്, ഈ ഇൻകിലാബ് സിന്ദാബാദ്. മറ്റേ കവലയിൽ അങ്ങാടി ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഒരു ചായയും കായപ്പം വാങ്ങിക്കൊടുക്കണം. മറ്റേ കവലയിൽ നിന്നും ഒരു ചായ കായപ്പം വാങ്ങിക്കൊടുക്കണം. 25 റുപ്യ 50 റുപ്യ. ഇപ്പോൾ 100, 150, 200, 300, ചിലപ്പോൾ 500 ഒക്കെ ഉണ്ട്. ഇപ്പോൾ പൈസക്കൊക്കെ വില കുറഞ്ഞ കാലം 500 റുപ്യ ഉണ്ട്. ഈ 500 റുപ്യ കിട്ടുന്ന ആൾ എന്ത് ചെയ്യും? ഈ ഇൻകിലാബ് സിന്ദാബാദ്, ഈ ഇൻകിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ ഈ കവലയിൽ നിന്ന് മറ്റേ കവല എത്തിയപ്പോഴത്തിന് 1000 ഇൻകിലാബ് സിന്ദാബാദ് വെച്ചു. അതന്നെ. അതുകൊണ്ടോ പാർട്ടിക്കാരനാവില്ല, അവിടെയും പോകും. കായപ്പം കിട്ടിയില്ലെങ്കിൽ എങ്കിലും പുറത്താബാദ് വിളിക്കും. ഈ കവലയിൽ നിന്ന് മറ്റേ കവല എത്തിയപ്പോൾ കായപ്പം ചായം കിട്ടിയിട്ടില്ലെങ്കിൽ അതേ കവലയിൽ നിന്ന് തിരിച്ച് മറ്റേ കവലയ്ക്ക് ഒറ്റക്ക് ഇതുവരെ ഞാൻ പറഞ്ഞ എങ്കിലും മുർദാബാദ് എന്നിട്ടൊന്നു ഉനക്ക് ചായം കായപ്പാണ് ആവശ്യം. പാർട്ടിക്കാരൻ ആ ജാഥയിൽ പങ്കെടുത്തിട്ടേ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഒരു സിന്ദാബാദും വിളിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നടന്നിട്ടുണ്ടാവും. അവനാ യാത്ര കഴിയുന്നത് ഉണ്ടാതെ നടക്കണം. എന്താ ഉണ്ടാതെ നടക്കണത്? ഇൻകിലാബ് സിന്ദാബാദിനോട് ആത്മാർത്ഥം ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെന്തേ? ഈ ഇൻകിലാബ് പറഞ്ഞ് നടക്കുന്ന നാട്ടിൽ ഒരു ഇൻകിലാബുകാരനില്ല. ഇവരെ ഇൻകിലാബിൻ്റെ ആളാക്കാൻ ഇപ്പം എന്താ ചെയ്യുക? എന്താണ് അയാൾ കാറൽ മാക്സിൻ്റെ ഒറിജിനൽ ആളാണ്. ഇൻകിലാബൊന്നും വിളിക്കൂല. രാവും പകലും ജനങ്ങളെ കാറൽ മാക്സിലേക്ക് എങ്ങനെ എത്തിക്കുക, അതാണ് അയാളെ ചിന്ത.
അയാളാണ് യഥാർത്ഥത്തിൽ പാർട്ടിക്കാരൻ. എന്താ പാർട്ടിക്കാരൻ? ഓനക്കാലം വരെ ആരും ചായയും കായപ്പം വാങ്ങിക്കൊടുത്തിട്ടില്ല. അങ്ങനെ വാങ്ങിക്കൊടുത്താൽ അവനോട് കുടിക്കൂല എന്നല്ല, ഈ ബാക്കിലുള്ള 1000-ഓളം കായപ്പം ചായയും വാങ്ങിക്കൊടുത്ത് വിളിക്കുന്നവരോട് മുഴുവനും അവനെതിരാണ്. പാർട്ടി യോഗങ്ങളിൽ മുഴുവനും അവനത് പറയാറുള്ളതാണ്. ഇനി മേലാലെങ്ങാനും നമ്മളെ പാർട്ടിക്ക് ഈ ജാതി കായപ്പം ചായയുടെ ഇംഗ്ലാബ് വരെ വിളിക്കരുത് എന്ന് സ്ഥിരമായി പാർട്ടി യോഗങ്ങളിൽ ഒച്ചട്ട് സംസാരിക്കുന്ന ആളും ഇവൻ തന്നെയാണ്. ഇവനാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ആള്. ഉച്ചറിലല്ല. സുന്നത്ത് പറഞ്ഞാൽ കുറച്ച് താടി നീട്ടലോ കുറച്ച് തല നീട്ടലോ അല്ല. അതൊക്കെ നല്ലതല്ലേ? എന്നൊക്കെ നല്ലതാണ്. എന്തുണ്ടെങ്കിൽ സുന്നത്തിക്ക് ചേർന്നതുണ്ടെങ്കിൽ. കുട്ടിയെ ആദ്യം വേണ്ടത് ക്ലാസ് കയറ്റലല്ല, കുട്ടി ആദ്യം ലെഡ്ജറിൽ കയറ്റേണ്ടത്. അവിടുത്തെ രജിസ്ട്രേഷൻ ബുക്കിലേക്ക് കുട്ടിയെ കയറ്റണം, പിന്നെ ക്ലാസ് കയറ്റണം. അന്ന് ഞാൻ ക്ലാസ്സിൽ കയറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്ന് ഇവന് സ്കൂളൊന്ന് കാണിച്ചു കൊടുക്കുക, പരീക്ഷ രജിസ്ട്രേഷൻ അതിന് വന്നതാണ്. ഒരു ചായയും നെയ്യപ്പം പ്രിൻസിപ്പാൾക്ക് വാങ്ങിക്കൊടുത്ത് രജിസ്റ്ററിൽ ഒപ്പിട്ട് പോയി. കുട്ടി ഇനി നാളെ വരുള്ളൂ, കുട്ടി കുഴപ്പമില്ല. വേറൊരു കുട്ടി രജിസ്ട്രേഷൻ കാലം വരെ രജിസ്റ്ററിൻ്റെ ബുക്കിൽ കയറിയിട്ടല്ല, അവൻ ഒരു ദിവസം ഒഴിവാക്കിയിട്ടില്ല. അവൻ ആ ക്ലാസ്സിലെ കുട്ടിയല്ല. എന്തുകൊണ്ട്? അവൻ രജിസ്റ്ററിലില്ല. ഒരാൾ താടി നീട്ടൽ നല്ലതല്ലേ? നല്ലതാണ്. പക്ഷേ അവൻ്റെ നഫ്സിനെ മുത്തുനബിക്ക് വിൽക്കണം. അവളെ തടിക്ക് വടിയ ഭർത്താവിന് വിൽക്കണം. വിൽക്കറിഞ്ഞാൽ കൊടുക്കുന്നേ, അത് കൊടുത്തു. എനിക്കോ താല്പര്യങ്ങളില്ല, എനിക്ക് താല്പര്യങ്ങളില്ല, നിങ്ങൾക്ക് താല്പര്യം. എനിക്ക് താല്പര്യങ്ങളില്ല, നിങ്ങളെ താല്പര്യമാണ് എൻ്റെ താല്പര്യം. മല്ലം യറ നഫ്സഹു ഫീ മിൽക്കി റസൂലി വലം യറ വിലായത്ത റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജമീഇൽ അഹ്വാൽ ലം യദുഖ ഹലാവത സുന്നതിഹി ബിഹാൽ. ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, മല്ലം യറ നഫ്സഹു ഫീ മിൽക്കി റസൂൽ, ഒരാൾ അയാളുടെ നഫ്സ് റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിലാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, എൻ്റെ തടി എൻ്റെതല്ല, റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിലാണ് എൻ്റെ തടി എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, വലം യറ വിലായത്ത റസൂലി ഫീ ജമീഇൽ അഹ്വാൽ, അവന്റെ എല്ലാ അവസ്ഥയുടെയും അവന്റെ കൈകാര്യക്കാർ എല്ലാം റസൂലാണെന്നും അവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ലം യദുഖ ഹലാവത സുന്നതിഹി, റസൂലുള്ളാഹിന്റെ സുന്നത്ത് ആസ്വദിക്കാൻ അവന് കഴിയുകയില്ല. അപ്പോൾ ആ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ആസ്വദിക്കണമെങ്കിൽ എന്താ വേണ്ടത്? അവന്റെ താടി അവൻ ആർക്ക് കൊടുക്കണം? റസൂലുള്ളാഹി കൊടുക്കണം. അല്ലാതെ താടി നീട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അല്ലാതെ താടി നീട്ടിയിട്ട് കാര്യമില്ല. ലോകം കണ്ട ആരിഫ്യങ്ങൾ താടി നീട്ടാത്ത അനവധി ആളുകൾ എനിക്കറിയാം. തെറ്റല്ല, എന്തോ കാരണം ഉണ്ടാവും. താടി നീട്ടൽ വിരോധമൊന്നും അവർക്കില്ല, എന്തോ കാരണം കൊണ്ട് അവർ താടിയൊന്നും നീട്ടിയിട്ടില്ല. എന്നാലോ അവർ എത്തിച്ചേർന്ന ജില്ലയുടെ ബോർഡർ കടക്കാൻ വരെ ഈ ദുനിയാവിൽ വേറൊരാൾക്ക് കഴിയുന്ന എനിക്കൊണ്ട് തോന്നുന്നില്ല. നമ്മക്കല്ല, ഈ ലോകത്താർക്കും കടക്കാൻ കഴിയില്ല. അത്രയും അവർ അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് പോയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ താടി നീട്ടിയവർക്കില്ലേ? അവരുണ്ട്, നീട്ടാത്തവരുണ്ട്. നീട്ടാത്തവരുടേതായ എഴുതലുണ്ടാവും. നമ്മളെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പുതിയണ്ണിൻ്റെ പണ്ടത്തിലും പുതിയണ്ണിൻ്റെ പുതിയ വസ്ത്രത്തിലും അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ പുതിയണ്ണിനെ ഏറ്റെടുക്കാൻ ചെന്നവർക്ക് കിട്ടിയ ആ ബോക്സിൻ്റെ കനത്തിലും മാത്രം ചർച്ച ചെയ്യാം. പുതിയണ്ണിൻ്റെ മനസ്സ് ഓൻ്റെ കൂടെ അല്ല, അത് നമ്മൾ ചർച്ചയിലും ഇല്ല. അവിടെയാണ് നമ്മളെ പ്രശ്നം. ഈ പ്രശ്നം മനസ്സിലാക്കാത്ത കാലത്തോളം നമ്മളെ തലേക്ക് ഇത് കയറില്ല. പണ്ട് ഇത് പറയേണ്ട ആവശ്യമില്ല. പണ്ട് ജനങ്ങൾ മുഴുവനും നഫ്സിനെ റസൂലുള്ളാഹിക്ക് വിറ്റവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ലോകം മാറി. പണ്ട് താടി ഉള്ളിലേക്ക് നീണ്ടപ്പോൾ ഇന്ന് താടി പുറത്തേക്ക് നീണ്ടു. ഇപ്പോഴത്തെ താടി വേഗം പറിച്ചാൽ കിട്ടും, പണ്ട് താടി പറിച്ചാൽ കിട്ടൂല, താടി ഉള്ളിലേക്കാണ്. എത്ര പുറത്തേക്കുണ്ടോ അതിൻ്റെ 2 ഉള്ളിലേക്കുണ്ട്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം പുറത്തേക്കാണ്. ഇപ്പം അങ്ങനെ ഇവിടെ എന്താ നാടകത്തിന് താടി വെച്ച ഒട്ടിച്ച മാതിരിയാണ്. നീ കുറ്റം പറയല്ല, ഇപ്പം ഇമ്മങ്ങഞ്ഞ് കൂടണ്ട. കൂടിയ വിരോധമല്ല, കൂടി അള്ളാന്റെ റസൂലിനെ നഫ്സിനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ ശിർക്കാന്ന് പറയാ. അങ്ങനെ വിറ്റ ശിർക്കയില്ലേ?
അള്ളാഹിൻ്റെ തടി നഫ്സിനെ നമ്മൾ നഫ്സിനെ റസൂലാക്കൾ വിറ്റാൽ അതിൻ്റെ ഉടമക്കാരൻ അല്ലല്ലേ. റസൂൽ എങ്ങനെ ഉടമക്കാരനാക്കുക? ഓ അല്ലാ, എൻ്റെ തടിയെ റസൂലാക്ക് വിൽക്കണം എന്ന് പറഞ്ഞാൽ ഓൻ പറയേ ശിർക്കാവും. ഇപ്പൊ സുന്നികൾ കൂടും അതൊക്കെ പറയാൻ. അതൊക്കെ ശിർക്കാണ്. കാരണം ഷിർക്കിൻ്റെ ഡെഫിനിഷൻ എപ്പോൾ വഹാബി പറഞ്ഞു കൊടുത്താണ് സുന്നിയായിട്ട് പറഞ്ഞത്. വളരെ ചിന്തിക്കണം. ഇവിടെയാണ് നല്ലോണം മനസ്സിലാക്കണം. അതായത് കേവലം ഒരാൾക്ക് താടി ഉണ്ടായി, തലയെക്കെട്ടുണ്ടായി, ഇതൊന്നും തെറ്റുമല്ല ശരിയുമല്ല. എന്നാൽ അത് വലിയ ശരിയാവും ഏതുവരെ അവൻ അള്ളാന്റെ ഹബീബിന്റെ മിൽക്കിലാണ് എന്നവന് ബോധ്യപ്പെടുന്നവരെ. മല്ലം ഇറ നഫ്സഹു ഫീ മിൽക്കി റസൂൽ, ഇത് പറഞ്ഞത് സഹ്ൽ ഇബ്നു അബ്ദില്ലയാണ് റളിയല്ലാഹു അൻഹു. എനിക്കത് വിശ്വാസമാണ്. എനിക്കത് അത്രയും വിശ്വാസക്കാരനാണ്. അത്രയും വലിയ ആളാണ്. മല്ലം ഇതിന് സമാനമായത് എല്ലാ മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഇബാറത്ത് അവരിൽ നിന്ന് എടുത്തുന്നേ ഉള്ളൂ. മല്ലം യറ നഫ്സഹു ഫീ മിൽക്കി റസൂൽ, ഒരാൾ അയാളുടെ നഫ്സിനെ റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിലാണ്. റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിൽ ചിന്തിക്ക്. റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിൽ അത്ര തന്നെ, അതത്ര തന്നെ, അത്ര തന്നെ. ഇതിൻ്റെ പേനയാണ്. ഞാനിത് ജാബിറിൻ്റെ അടുത്ത് കൊടുത്തു. ഇരിക്കണം ജാബിറിൻ്റെ കൈ കൊടുത്തു. ഞാനും ജാബിറും പോവുക. ഡ്രൈവർ ഞാൻ ഇപ്പുറത്തെ സീറ്റിലിരുന്ന് പോവാം. എൻ്റെ മുതലാണ്. എൻ്റെ ഓൻ്റെ കൈ കൊടുത്തു. അപ്പോൾ ഓനറിയാം എന്ത് ഇതിൻ്റെതാണ്. എൻ്റെ മുതലാണല്ലോ, എൻ്റെ മുതലാണെന്ന് ഓന് തൽക്കാലം പിടിക്കാൻ കൊടുത്താണ്. പോയിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, നീട്ടിയൊരു കൊടുക്ക്. ഇനി അവിടെ ഓൻ എൻ്റെ അധികാരമല്ല. ഉസ്താദേ, പെന്നല്ലേ, മഷിന്യം ബാക്കില്ലേ, അതെന്ത് വർത്താനാണ്? ഞാൻ എൻ്റെ കുട്ടിയൊക്കെ കൊണ്ടോട്ടെ, എൻ്റെ കുട്ടിയൊക്കെ സ്കൂളിൽ പോകാൻ പേനല്ല, ഇതൊന്നും പറയാൻ അവകാശമില്ല. അവൻ്റെ കാഴ്ചയിൽ ഇത് ഏറ്റവും വലിയ പിരാന്താണ്. അതിനോന് എനിക്ക് പിരാന്താന്നോന് വിശ്വസിച്ചാൽ ഓൻ അങ്ങനെയൊക്കെ ചോദിക്കാം. ഇന്നെപ്പോലെ ഒരു ബുദ്ധിമാൻ ഇല്ല എന്നാണ് അവൻ്റെ വിശ്വാസമെങ്കിൽ ഇവൻ എന്താ മനസ്സിലാക്കേണ്ടത്? പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്. എന്ത് തിരിച്ചു അവൻ്റെ പെണ്ണുങ്ങൾ തിന്നു. പിന്നെ എന്തൊക്കെ ഇന്ന് നടന്നത് ഞാനും മുമ്പരും ഇങ്ങനെ പോയപ്പോൾ മുമ്പ് ആദ്യം ദാറുൽ ഖുർആൻ ഇറങ്ങുന്ന നേരത്ത് മുമ്പരിൻ്റെ കയ്യിൽ ഒരു പേന എന്തായാലും നീ കുട്ടിയെ കൊണ്ടേക്കൊന്ന് പറയുമെന്നും ഞാൻ വിചാരിച്ചു പോയി. കുട്ടികൾക്ക് പേന ഫോൺ ഇപ്പം നമ്മൾ വാങ്ങാത്തതല്ലേ, ഞാൻ തോന്നിയിട്ടുണ്ടാവും. അവന് ചിലപ്പോൾ കുട്ടികൾക്ക് പേന കൊണ്ടേ കൊടുത്തു. എന്താണെങ്കിലും പിന്നെ ഞങ്ങൾ രണ്ടാൾ പോയി. അങ്ങനെ പോയിട്ട് ഇടവണ്ണ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു വണ്ടി ഒന്ന് സ്ലോ ആക്കാൻ പറഞ്ഞു. സ്ലോ ആക്കി. അപ്പോൾ പറഞ്ഞു ജാത്താക്കോ പിന്നെ പേനെടുത്തിട്ട് നീട്ടിയ ഏറ് കൊടുക്ക്. ഞാൻ നീട്ടിയ ഏറും കൊടുത്തു. പോലും ചെയ്തു. ഞാനിപ്പോൾ ഇന്നുണ്ടായത്. അപ്പോൾ പെണ്ണുങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒന്നെ അംഗീകരിച്ചതുപോലെ പെണ്ണുങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടാവില്ല. ഓളും കേൾക്കും, ചേച്ചിൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് ആ മനുഷ്യനോട് ചോദിച്ചുകൂടെ എന്തിനു മീൻ വരെ തിന്നാത്ത ഒരു സാധനം എന്തിനൊക്കെ എറിഞ്ഞിട്ട് എന്താ കാര്യം? അത് ജലം മലിനീകരണമല്ലേ അതിൻ്റെ പിന്നിലുള്ളത്? ഇതൊക്കെ എന്താ തെറ്റല്ലേ? ഇതൊക്കെ CCTV പിടിച്ച് ഞങ്ങളടക്കം പോലീസ് കൊടുക്കൂലേ? നിങ്ങൾക്ക് അയാളോട് ചോദിച്ചുകൂടായിരുന്നോ? ഇതൊക്കെ അവൾക്ക് പറയാം. അതേസമയത്ത് ഇവൻ എന്തായിരിക്കും പറയാം? ഇവൻ ഇന്നെ അത്രയും വലിയ ബഹുമാനം വിശ്വാസവും ഞാൻ വലിയ ആളാണ് എന്നാണ് അവൻ്റെ ധാരണ എങ്കിൽ ഇവൻ എന്താ പറയാ? ഉണ്ടാകുന്ന ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കാര്യം ഉണ്ടാവും, എന്തോ ഉണ്ടാവും. ഇത് നേരെടുത്ത പ്രതിവെക്കും മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തടിയാണ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നബി കൽപ്പിച്ചത് തന്നെയാണ് വിഷയം. അതിൻ്റെ ഉള്ളൽ അല്ല, അതിൻ്റെ പുറമല്ല. പിന്നെ അതിലൊന്നുമില്ല. കാരണം എന്ത്? അവൻ്റെ നിന്റെ നഫ്സിന്റെ ഉടമക്കാരൻ ഒരു പേന ഉദാഹരിച്ചേ ഉള്ളൂ. നിന്റെ നഫ്സിന്റെ ഉടമക്കാരനാരാ? ഹബീബ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ നബീന്ന് റഹ്മത്തേ ഉണ്ടാവുള്ളൂ, നിഖ്മത്ത് ഉണ്ടാവില്ല, ശിക്ഷ ഉണ്ടാവില്ല, രക്ഷ ഉണ്ടാവുള്ളൂ. അതിനെതിര് ചെയ്യുമ്പോഴേ എന്ത് വരൂ? ശിക്ഷ വരുള്ളൂ. അല്ലെങ്കിൽ നബീന് എന്തേ ഉണ്ടാവും? രക്ഷ ഉണ്ടാവുള്ളൂ. അപ്പൊ നബി എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എന്ത് പറഞ്ഞാലും. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും പ്രധാന നഫ്സിനേക്കാൾ നബിയാണ് മുഹമ്മദ് മുസ്തഫ. മല്ലം യറ നഫ്സഹു ഫീ മിൽക്കി റസൂൽ വലം യറ വിലായത റസൂൽ ഫീ ജമീഇൽ അഹ്വാൽ. ഏത് സന്ദർഭത്തിലാണെങ്കിലും അവന്റെ വലിയ ഹബീബ നബിയാണ്.
അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, അവൻ്റെ അവൻ്റെ കൈകാര്യ കർത്താവ് ഹബീബ നബിയാണ് എന്നൊരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ലം യദുഖ് ഹലാവത സുന്നത്തിഹി ബിഹാൽ, ഒരു നിലക്കും അവന് റസൂലുള്ളാഹിന്റെ സുന്നത്ത് ആസ്വദിക്കാൻ കഴിയുകയില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ആസ്വദിക്കണമെങ്കിൽ അവൻ്റെ തടി ആർക്ക് വിൽക്കണം? റസൂലുള്ളാഹി ഫഇന്നക മിഹ്റാബുൽ വജൂദിന്റെ മിഹ്റാബിൽ ആദ്യം പോയി നിന്നാളാണ്. എല്ലാം ഇത് റസൂലുള്ളാഹിനെ അള്ളാഹുവിനെ അറിഞ്ഞ ആൾ ഹബീബ നബിയാണ്. ഹക്കും ബാത്തിലും അറിഞ്ഞ ഹബീബ നബിയാണ്. നബി എന്ത് പറഞ്ഞാൽ അതാണ് ഹക്ക്, നബി എന്ത് ഒഴിവാക്കുക അതാണ് ബാത്തിൽ. അതിൽ ഒരു ചിന്ത മുഅ്മിനിന് ഇല്ല. പണ്ടത്തെ കാലം ഇപ്പത്തെ കാലം അതൊന്നും ഇനി ചർച്ചല്ല. നബി എന്താ പറഞ്ഞത് അതന്നെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ പറഞ്ഞത് അത് തന്നെ. വളരെ ചിന്തിക്കണം. അപ്പോൾ മെഹ്റാബുൽ വജൂദാണ് ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ബോധ്യപ്പെട്ടു. എന്താ ബോധ്യപ്പെട്ടത്? റസൂല മെഹ്റാബുൽ വജൂദാണെങ്കിൽ എന്ത് ബോധ്യപ്പെട്ടു? റസൂല അപ്പോൾ ലോകം മുഴുവൻ റസൂലാന്റെ മൗമൂമാണ്. അപ്പോൾ ലോകം മുഴുവനും റസൂലുള്ളാഹിന്റെ മൗമൂമാണ്. അപ്പോൾ റസൂലുള്ളാഹി വജൂദിന്റെ മെഹ്റാബിൽ നിൽക്കാണ്. ആരിലേക്ക് തിരിഞ്ഞിരിക്കാണ്? അള്ളാഹുവിലേക്ക്. നീയോ? റസൂലുള്ളാഹിയിലേക്ക്. റസൂലുള്ള തിരിഞ്ഞത് അള്ളാഹുവിലേക്കാണ്, നീ തിരിഞ്ഞതോ റസൂലുള്ളാഹിയിലേക്കാണ്. നിന്റെ മനസ്സിലായില്ല. അന്തോ കുന്തം അറിയാത്ത മൗമൂമിന് ഇമാമ് നിൽക്കുമ്പോഴേ നിൽക്കേണ്ടുള്ളൂ. മനസ്സിലായില്ല. ദിശ നേരെയാക്കൽ ആരെ ബാധ്യത? ഇമാമിന്റെ ബാധ്യത. മൗമൂമിന് അങ്ങനെ ബാധ്യത? മനസ്സിലായില്ല. മൗമൂമിന് ബാധ്യത അങ്ങനത്തെ ഇമാമാണിത്. ഇത് നിങ്ങൾ വിചാരിച്ചതുപോലെ തൽക്കാലം മാസത്തിൽ 3500 രൂപ കൊടുക്കാൻ വേണ്ടി വാടക എടുത്ത ഇമാമല്ലത്. ഇത് ലോകത്തിന്റെ ഇമാമാണ്. അപ്പൊ ആ ഇമാമ തിരിഞ്ഞു നിൽക്കുന്നതാണ് അള്ളാഹുവിലേക്കുള്ള ദിശ. അപ്പൊ നമ്മളെ ദിശയോ പറയാം, നമ്മളെ ദിശയോ ആ റസൂൽ തന്നെയാണ്. ആ റസൂലാണ് നമ്മുടെ ദിശ. എന്തുകൊണ്ട്? നമുക്ക് ആ മെഹ്റാബിൽ നിൽക്കുന്ന ആള് ഹബീബ നബിയാണ്. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞോ അതാണ് നമ്മുടെ ഖിബില. നബിയാണ് നമ്മുടെ ഖിബില. നബിയാണ് നമ്മുടെ ഖിബില. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? അള്ളാഹുവിൻ്റെ ഹബീബിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്ത് പറഞ്ഞു? ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ബൈത്തുൽ മുഖദ്ദസിന് എന്തിലേക്ക് തിരിയാൻ പറഞ്ഞു? കഅബയിലേക്ക്. അതിനനുസരിച്ച് ജനങ്ങൾ തിരിഞ്ഞു. ഒരു നിസ്കാരത്തിലാണ് ജനങ്ങൾ തിരിഞ്ഞു. ഉഷാറിലിരുന്നാലേ മനസ്സിലാവുള്ളൂ. ഇത് ഉഷാറിലില്ല. അതായത് ഒരു നിസ്കാരത്തിലാണ് ആര് വരുന്നത്? സയ്യിദുനാ ജിബ്രീൽ. അതായത് നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷമാണ് ആര് വരുന്നത്? സയ്യിദുനാ ജിബ്രീൽ വരുന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഖിബില മാറ്റാൻ പറഞ്ഞു. എന്തേ ജിബ്രീൽ നേരത്തെ ഇത് തീരുമാനിച്ചു. ഇത് പഠിക്കണം. ഇത് പഠിക്കാത്തതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഇവിടെ സദാസമയവും നോക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബുണ്ടല്ലോ. ജിബ്രീലിനോട് അള്ളാഹ്ക്ക് പറഞ്ഞു, ജിബ്രീലേ വേഗം പോകണം കേട്ടോ, ഓരോക്കെ ഓരോരുത്തർ കമത്ത് കൊടുക്കാനായി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് على النبي صلى الله لا إله إلا الله. എൻ്റെ ചോദ്യം, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം സലാമിൻ്റെ മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ റബ്ബ് നബിയിലേക്ക് ഇറക്കിയത് എന്തിനാണ്? എന്താ ചോദ്യം? എന്തിനാ?
അതെന്തിനാ? അന്നത്തെ വഖത്ത് കിടക്കുന്നതിന് മുമ്പോ ഇനി വഖത്ത് കടന്നാൽ ഇഖാമത്തിന്റെ മുമ്പോ ഇനി ഇഖാമത്ത് കൊടുത്തിട്ട് തക്ബീറത്തുൽ ഇഹ്റാമിന് മുമ്പോ വരായിരുന്നല്ലോ ആൾക്ക് സയ്യിദുനാ ജിബ്രീൽ അർശിന്റെ അവിടുന്ന് ഒരു ചാട്ടം ചാടിയ പോലെ മദീനത്തേക്ക്. പാടവരമ്പത്തുണ്ടായ ഒരു അറ്റങ്ങലായി ചാടിന് അത്രയേ ഉള്ളൂ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അർശിൽ നിന്ന് മദീനത്തേക്ക് ചാടാൻ, അത്രയല്ലേ ഉള്ളൂ. സാധാരണ മലക്കിന് വരെ ആന്ന് പറയുമ്പോഴത്തിന് ഈ ഊന്ന് അറിയേണ്ട ആവശ്യമില്ല, ആന്ന് ഭൂമി പറയുമ്പോഴത്തിന് ആകാശത്തെത്താൻ കഴിയും. അതാ സാധാരണ മലക്ക്. അത്രയും സ്പീഡാണ്. കേൾക്കില്ല, ചിന്തിക്ക്. നമ്മളിന്റെ ചോദ്യം എന്തിനെ നിസ്കാരത്തിൽ പറഞ്ഞേച്ചു? അതായത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഇപ്പൊ അവരെന്തിലായി? ഖിബില മാറ്റാൻ പറഞ്ഞുകൊണ്ടാ. എന്തോ ഒരു ആയത്ത് കൊടുക്കല്ല, ഒരായത്ത് ചെവി പറഞ്ഞു കൊടുക്കല്ല. ഒരു ആയത്ത് കൊണ്ട് ഇറങ്ങിക്കൊണ്ട് ഇതുകൊണ്ടാണ് ഓതിക്കളന്നാണ്. ഓക്കെ, ആ ആയത്ത് ഓതിയാൽ മതി. ഇത് നേരെ എതിർ ദിശയിലേക്ക് തിരിയണം. എതിർ ദിശയിലേക്ക് തിരിയുമ്പോ പണിയില്ലേ? ഇമാമ് ബാക്കിലല്ലേ, പിന്നെ എന്തൊക്കെ പണിയെടുക്കണം? എന്തൊക്കെ പണിയെടുക്കണം? ഇതൊക്കെ നേരത്തെ ചെയ്താ പോലെ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളും സ്വഹാബികളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്. നമ്മളോടാണ് എങ്ങനെ പറഞ്ഞതെങ്കിൽ അന്ന് എന്താണെങ്കിലും ഒരു കച്ചറപള്ളി കൊണ്ട് എന്ത് അള്ളാന്റെ വഴി ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ആയിക്കോട്ടെ, നിസ്കാരം കൊണ്ട് കളിക്കണം എന്തിനാ? വഴിയൊക്കെ തന്നെ നിസ്കാരാണ്, അനങ്ങാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ച നബിയല്ലേ. എന്നിട്ട് പിന്നെ എന്തൊക്കെ പഠിച്ചു ചടന്ന് ആയിക്കോട്ടെ. ആ നിസ്കാരം അങ്ങനെ കഴിഞ്ഞു, അടുത്ത നിസ്കാരത്തിന് മാറ്റിയപ്പോൾ കെട്ടി കഴിഞ്ഞു. എന്നിട്ടൊന്ന് അങ്ങോട്ട് നടന്നു വന്നു. പിന്നെ എന്തൊക്കെ ആയി, മനുഷ്യർ കൈ അയച്ച് പായാൻ തോന്നി. എന്തൊക്കെ അവിടെ നടക്കണത്? ഒരു സഹാബി അങ്ങനെ പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒരു മോമിനിയങ്ങളാണ്. ഒരു നിസ്കാരം ഫോട്ടെടുക്കാൻ വന്നല്ല. മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്യന്തിക അടിസ്ഥാനം കഅബയും അല്ല, ബൈത്തുൽ മുഖദ്ദസും അല്ല, ബൈത്തുൽ മഅമൂറും അല്ല. ആരാണ്? മുഹമ്മദ് മുസ്തഫയാണ്. അതിന് അന്തം ഉണ്ടെങ്കിൽ കയറ്റിക്കളാം, അന്തല്ലെങ്കിൽ പിന്നെ കളകളാന്ന് പറഞ്ഞാളാം. അവർക്ക് ബൈത്തുൽ മുഖദ്ദസും അല്ല, പിന്നെ കഅബയും അല്ല, ബൈത്തുൽ മഅമൂറും അല്ല, ആകാശവും അല്ല, ഭൂമിയല്ല. അവർക്കൊരു ഖിബിലേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേ ഉള്ളൂ. പറഞ്ഞത് മനസ്സിലായില്ലേ? അത് തന്നെ. ഇത് എവിടെ പഠിപ്പിക്കണം? മനസ്സിലായില്ല. ഇത് ഞാൻ ഒരു ക്ലാസ് എടുത്താൽ ഓക്കെ. ഈ നിസ്കാരം അങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് അടുത്ത നിസ്കാരത്തിലേക്ക് വന്നപ്പോൾ നബി എന്ത് പറഞ്ഞു? പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് നൂറിനേത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പം പറഞ്ഞാൽ ഇങ്ങക്കതാണ് കയറൂല തലേക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി നമ്മളെ ഖിബില ബൈത്തുൽ മുഖദ്ദസ് അല്ല, നമുക്ക് എങ്ങോട്ട് മാറണം, കഅബയിലേക്ക് മാറണം കേട്ടോ എന്ന്. ഇതിൻ്റെ അടുത്ത് ജിബ്രീൽ വരായി അല്ല. പക്ഷെ ഞാൻ പിന്നെ ആ നേരത്തിന് ഇറങ്ങിയില്ല. ഇവരിൽ പലവട്ടൻ്റെ ചവിട്ടിൽ പറഞ്ഞത് നബി ഒന്നും തിരിഞ്ഞാൽ അങ്ങനെയൊക്കെ. പക്ഷെ ഞാനത് തിരിഞ്ഞില്ല. കാരണം ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൗരവല്ലേ. ഞാൻ തിരിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ വിശ്വാസത്തിലാവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വരണ എല്ലാവരും നമുക്കൊരു ക്ലാസ് എടുക്കാണ്ട്. ഇനി ഇതിങ്ങനെയല്ല, ഇനി ഒരു കഅബയിലൊക്കെ തിരിയുണ്ട്. അപ്പോൾ ഒരാൾ എണീറ്റ് ചോദിക്കും, എന്താ ഇപ്പം അതിപ്പോൾ ഇത് കുറച്ച് ക്ലാസ് ഇങ്ങോട്ട് മറ്റേ അങ്ങോട്ട് എന്ത്. അപ്പോൾ എല്ലാവർക്കും തിരിഞ്ഞു. തിരിഞ്ഞു എന്നാൽ ഞാൻ നേരത്തെ വരിട്ടാ, പോയി കഞ്ഞിയും കുടിച്ചാണ് നേരത്തെ വരും. അങ്ങനെയാണോ? എങ്ങനെ പറയിപ്പിച്ചുടയോ? അതല്ലേ എൻ്റെ രീതി. ഈ കഅബയെ തിരിപ്പിച്ച, ഈ ഖിബില തിരിപ്പിച്ച വിഷയത്തിൽ എന്നെ ചിന്തിപ്പിച്ച അത്ര എൻ്റെ ജീവിതത്തിൽ ഒന്നിൽ ചിന്തിപ്പിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. ഇത് എന്തിലാണ് കുട്ടി? ഇത് എന്തിനാണ് നടക്കുന്നത്? നിസ്കാരത്തിൽ നബിയും സ്വഹാബത്തും നിസ്കാരത്തിലായിരിക്കവേ നടക്കാറ്. എന്നാ അവരാരെങ്കിലും ഒരു വിഷയം ഉണ്ടായോ? ഈ സ്വഹാബത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇപ്പൊ പ്രശ്നം ഉണ്ടായോ? ഇല്ല. എന്തുകൊണ്ട്? അവർ കഅബയ്ക്കും തിരിയല്ല, അവരാരിലേക്ക് തിരിയാ? റസൂലുള്ളാഹിക്ക് തിരിയാണ്. റസൂൽ അങ്ങോട്ടും ഞങ്ങോട്ടിരും. അവരെ ഖിബിലാരാ? റസൂലുള്ളാഹിയാണ്. അതായി അർത്ഥം.
ഇത് കഴിഞ്ഞിട്ട് നബി വിശദീകരിക്കുകയാണെങ്കിൽ വരെ പിന്നെ പെട്ടെന്ന് നിയമം വന്നതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു കിട്ടുമെന്ന് വരെ പറയേണ്ട ആവശ്യം റസൂലുള്ളാഹിക്കില്ല. നബി അതൊന്നും ഇപ്പം നിങ്ങൾ പറയണ്ട, ഞങ്ങൾക്ക് ഇതിന് അജാതി ഒന്നും അറിയില്ല. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ 1, 2, 3 നിങ്ങൾ ശിഷ്യന്മാർ, ഞാൻ ഉസ്താദ്. നിങ്ങളെ മനസ്സിൽ ഞാൻ എന്താണ് ഒരു തൗഫീഖുള്ള വ്യക്തിയാണ്, കാര്യങ്ങളൊക്കെ നിങ്ങളെക്കാളും ബോധ്യമുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ചെയ്യുന്ന കർമ്മത്തിലെല്ലാം എന്തോ ഒരു അടിസ്ഥാന കാര്യം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, രണ്ടവസ്ഥ ഉണ്ട്. വിശ്വാസമുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും കൊണ്ട് നമ്മൾ പോയി എന്നിട്ട് നേരെ നമ്മൾ അങ്ങനെ കുളിമാട് പോയി അരീക്കോട് ബസ് കയറി. അപ്പം നിങ്ങളും അരീക്കോട് ബസ് കയറി, അങ്ങനെ അരീക്കോട് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ എടവണ്ണപ്പാറ ബസ് കയറി. അപ്പം നിങ്ങളും എടവണ്ണപ്പാറ ബസ് കയറി. എടവണ്ണപ്പാറ എത്തിയപ്പോൾ പിന്നെ ഞാൻ കൂളിമാട് ബസ് കയറി. അപ്പം നിങ്ങൾ കൂളിമാട് ബസ് കയറി. നിങ്ങളിപ്പം 1.5 മണിക്കൂറിൻ്റെ എവിടെ എത്തി? കൂളിമാട് തന്നെ എത്തി. പോകുക എന്നും പറഞ്ഞ് തിരിച്ച് ഖുർആനിൽ വന്നു. അങ്ങനെ വെട്ടി നോക്കുക. നിങ്ങൾക്ക് രണ്ടവസ്ഥ ഉണ്ട്. ഇന്ന വിശ്വാസമില്ലാത്തവന് എന്ത് പറയും? ഇനി ഈ പിരാന്തിന് ഞങ്ങളില്ല. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന വിശ്വാസമല്ല, ഇജ്ജ് വേണ്ടി കിട്ടോ, ഇജ്ജ് നടന്നോ. മൂപ്പരപ്പം പോകുമ്പോൾ ഈ ജാതി പിരാന്തൊക്കെ ഉണ്ടാവും, ഓർപ്പിച്ച് പോന്നാൽ മതി. ഞങ്ങൾക്ക് എന്താ മൂപ്പര് ചെയ്ത് അതന്നെ ചെയ്താൽ മതി. ഞങ്ങൾക്ക് മൂപ്പര് അത്ര വിശ്വാസം അല്ലെ. ഒരു കൂട്ടർ അങ്ങനെ പറയും, ഒരു കൂട്ടരോ അല്ല എന്താ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു തരും. അല്ലെ അവൾ കുറേ വട്ടം കറക്കിയല്ലോ, ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു തരും. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് ഞങ്ങൾ ഉണ്ടാക്കട ജിസ്താനോട് കുളിമാട് അങ്ങാടിയിലിട്ട് ചോദ്യം ചോദിക്കുക, ഇജാര അത് പറയേണ്ട സമയത്ത് പറഞ്ഞു തരും. ഇനി 4 ദിവസം കഴിഞ്ഞിരിക്കും ഇപ്പോൾ പറയാം, അന്ന് ഞാൻ കൊണ്ടായത് ഇതിനായിരിക്കും, പറയാതെ കൂല, നമുക്ക് തിരിയും ചെയ്യും, ധൃതി കൂട്ടണ്ട. അങ്ങനത്തെ രണ്ടവസ്ഥയല്ലേ ഇതിൻ്റെ ഉന്നതാവസ്ഥ. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് അരീക്കോട് ബസ്സും കൂളിമാട് ബസ്സുകൾക്ക് വിഷയമല്ല. അവരുടെ വിഷയം എന്താണ്? ആരാണോ മുന്നിൽ നിൽക്കണം ആ ആളത്തിന് വിശ്വാസമാണ്. അതിൽ കയറുണ്ടാവുന്ന ഉറപ്പാണ്, കയറുണ്ടായിട്ടുണ്ട്. ഇത് ഒരു നേരെ ഉദാഹരണം, അതൊന്നും ഉദാഹരണമാക്കാൻ പറ്റൂല. ഇതിൻ്റെ ഒക്കെ ഒരു അപ്പുറത്തൊരവസ്ഥ. അതിനൊരു ഉദാഹരണം കാണിക്കാൻ നമുക്ക് കഴിയില്ല. തൊലാക്കല്ലെന്നാണ് തൊലാക്കല്ലു. പെണ്ണുങ്ങളെ കുറച്ച് ദിവസം പെണ്ണുങ്ങളെ ഒഴിവാക്കറ, ഭാര്യ വീട്ടിൽ കിടന്നതും പെണ്ണുങ്ങളും ഈ ഒരു വിരിപ്പ് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും, അപ്പം കൊണ്ടേക്കും. നമ്മളാണെങ്കിൽ ഇത് മൂപ്പര് ഒറ്റ തീരുമാനിച്ചാൽ പള്ളി കമ്മിറ്റി കൂടിയിട്ടുണ്ടോ നിൽക്കും. കൂടി വിളിക്കും, ആയിക്കോട്ടെ ഞാൻ കൊണ്ടേക്കാം. പക്ഷെ മൂപ്പരിപ്പം ഇന്ന് മൂപ്പര പെണ്ണുങ്ങളൊപ്പം തന്നെ കിടന്നുറങ്ങാൻ പോവുക. നമുക്ക് മാത്രം പെണ്ണുങ്ങൾക്ക് പറ്റൂല. എന്താ കാരണം പറഞ്ഞു തരണം. കുറച്ച് വസ്ത്രക്കൊള്ളിയാണെങ്കിൽ എന്ത് പറയും? ആയിക്കോട്ടെ ഉസ്താദേ, എനിക്കൊന്നും 4 ദിവസം പെണ്ണുങ്ങൾ വേണ്ട, നിങ്ങൾക്കും വേണ്ട, നമുക്ക് രണ്ടാക്കുന്ന പള്ളി കിടക്കുക. അങ്ങനെ പറയും. നിങ്ങൾ ചിന്തിക്ക്. അപ്പോൾ ഒരാൾ എന്ത് പറയും? ഈ സ്വഹാബി, ഈ കഅബ് ബിൻ മാലിക് എന്ന ഈ സ്വഹാബി അപ്പോൾ എന്ത് പറയാണ്? എന്നോട് എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വലാഖ് ചൊല്ലാനാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ആ സെക്കൻഡ് ത്വലാഖ്. കാരണം എൻ്റെ ശരീരം ആരുടെ ഉടമസ്ഥതയിലാണ്? റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിലാണ്. ഞാൻ എന്താ ചെയ്യുന്നത്? റസൂലുള്ളാഹി തീരുമാനിക്കും, ഞാനല്ല റസൂലുള്ളാഹി തീരുമാനിക്കാം. ഇതാണ് നയം, അതാണ് നയം. റസൂലുള്ളാഹി എന്താ പറഞ്ഞത് അതന്നെ. ഇപ്രകാരം ഒരാൾ റസൂലുള്ളാഹിൽ ഫനാ ആവുക, അപ്രകാരം ഒരാൾ ഷെയ്ഖിൽ ഫനാ ആകുക.